നമസ്കാരം. 10 ദിവസം കഴിഞ്ഞു രാഹുൽ ഈശ്വര് അകത്ത് കിടക്കാൻ തുടങ്ങിയിട്ട്. എന്തിനാണ് രാഹുൽ ഈശ്വറിനെ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നത്? അദ്ദേഹത്തോട് കാണിക്കുന്നത് അനീതിയല്ലേ? അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന് പോലും മുൻകൂർ ജാമ്യം ലഭിച്ചു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിച്ചു എന്ന കുറ്റത്തിന് രാഹുൽ ഈശ്വർ അകത്തായിട്ട് 10 ദിവസം കഴിഞ്ഞു, ജാമ്യമില്ല, ഇത് അനീതിയല്ലേ എന്ന് ഒരു സോഷ്യൽ മീഡിയ ചാനലിൽ ഒരു പെൺകുട്ടി ചോദിക്കുന്നു. അനീതിയല്ലേ എന്ന്. എന്റെ പൊന്നു സഹോദരി, നിങ്ങൾക്ക് കാര്യത്തിന്റെ ഗൗരവം ഇതുവരെ മനസ്സിലായില്ലെന്ന് തോന്നുന്നുണ്ട്. രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തിട്ടുള്ള ആ ഇരയെ അപമാനിച്ച് സംസാരിച്ചതിനല്ല, അങ്ങനെ വരുത്തി തീർക്കാണ്. അതിനായിരുന്നുവെങ്കിൽ, അതായത് രാഹുൽ ഈശ്വർ ആ ഇരയെ അപമാനിച്ച് സംസാരിച്ചു അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു എന്നതിനായിരുന്നു രാഹുൽ ഈശ്വരെ അറസ്റ്റ് ചെയ്തിരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ജയിലിലടക്കില്ലായിരുന്നു. അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ജയിലിലടക്കേണ്ട ആവശ്യമില്ല. പോലീസ് അത്തരത്തിലൊരു റിപ്പോർട്ടായിരിക്കും കോടതിയിൽ കൊടുക്കുക. നമുക്കൊന്ന് നോക്കാം രാഹുൽ ഈശ്വർ ചെയ്ത കുറ്റം എന്താണെന്നുള്ളത്. സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചു, സ്ത്രീത്വത്തെ അപമാനിച്ചു, അതിജീവിതയുടെ സ്വകാര്യ വിവരങ്ങൾ വെളിപ്പെടുത്തി, ലൈംഗിക ചുവയോടെ പരാമർശം നടത്തി തുടങ്ങിയ കുറ്റങ്ങളാണ്. അല്ലെ, നമ്മളെല്ലാം ആ വീഡിയോ കണ്ടതാണ്. അതിലെവിടെയാണ് സ്ത്രീത്വത്തെ അപമാനിച്ചത്? വളരെ റെസ്പെക്ട് ചെയ്താണ് സംസാരിച്ചിട്ടുള്ളത്. അവരുടെ പ്രവൃത്തിയെ വിമർശിച്ചിട്ടുണ്ട്, വിമർശിക്കുകയാണ് ചെയ്തത്, ആക്ഷേപിക്കുകയല്ല. രണ്ടാമത്, അതിജീവിതയുടെ സ്വകാര്യ വിവരങ്ങൾ വെളിപ്പെടുത്തി. അയാൾ ചെയ്തിട്ടുള്ള വീഡിയോകൾ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ആ വീഡിയോകൾ പരിശോധിച്ചാൽ എവിടെയും അവരുടെ സ്വകാര്യ വിവരങ്ങൾ വെളിപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയില്ല. ഒരു ചാനലിന്റെ പേര് പറയുന്നത് കണ്ടു. അത് രാഹുൽ ഈശ്വർ മാത്രമല്ല, ഒരുപാട് പേര് പറഞ്ഞു. ആ ചാനലാണെങ്കിലും ആ ചാനലിൽ ഒരുപാട് പേർ ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഇരയെ തിരിച്ചറിയാൻ ഒരു മാർഗവുമില്ല. പിന്നീടുള്ള ഒരു ആരോപണം എന്താണ്? ലൈംഗിക ചുവയോടെയുള്ള പരാമർശം നടത്തിയെന്ന്. ലൈംഗിക ചുവയോടുള്ള പരാമർശം എവിടെ നടത്തി? ഏതെങ്കിലും ഒരു വീഡിയോയിൽ രാഹുൽ ഈശ്വർ അത്തരത്തിൽ നടത്തിയത് കാണിക്കാൻ പറ്റുമോ? ഇവിടെ അത്തരത്തിൽ കുറെ വകുപ്പുകൾ ചേർക്കുകയാണ് ചെയ്തത്. ചേർത്ത വകുപ്പുകൾ നമുക്കൊന്ന് നോക്കാം. ഒന്ന്, BNS 72, അതായത് അതിജീവിതയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തുക എന്നത്, അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചു എന്നുള്ളത്. ഇതിന് കിട്ടുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? 2 വർഷം. കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ പരമാവധി 2 വർഷം വരെ കിട്ടും. ഇനി അടുത്ത കുറ്റം ഏതാ? BNS 15(1) 4, ലൈംഗിക ചുവയോടെയുള്ള പരാമർശം. അങ്ങനെ ഒരു പരാമർശം രാഹുൽ ഈശ്വരൻ നടത്തിയിട്ടില്ല. ഇനി അഥവാ നടത്തിയെന്ന് തെളിഞ്ഞാൽ തന്നെ 1 വർഷം വരെ തടവ് പരമാവധി. പിന്നെ BNS 79, സ്ത്രീത്വത്തെ അപമാനിക്കുക, പരമാവധി 3 വർഷം വരെ തടവ്. 3 വർഷം വരെ തടവ് തടവുള്ള കുറ്റം മാത്രമാണ് ചാർത്തപ്പെട്ടിട്ടുള്ളത് എന്നതുകൊണ്ട് രാഹുൽ ഈശ്വർക്ക് സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വേണമെങ്കിൽ വിട്ടൂടെ? അതിനുള്ള വകുപ്പുകളിൽ ഇവിടെ ഉള്ളൂ. അതല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി ജാമ്യം കൊടുത്തുവിടാം, അല്ലെങ്കിൽ കോടതിയിൽ ആ രീതിയിലുള്ള റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് ജാമ്യം കൊടുത്തു വിടാം. രാഹുൽ ഈശ്വർ അത്തരത്തിലുള്ള വലിയ കുറ്റങ്ങളൊന്നും ചെയ്തില്ല എന്ന് ഈ പോലീസ് റിപ്പോർട്ട്, ഈ FIR തന്നെ വ്യക്തമാക്കുന്നുണ്ട് വകുപ്പുകൾ. ഇവ കൂടാതെ ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെ ദുരുപയോഗം, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ മറ്റു വകുപ്പുകളും ചേർത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പരമാവധി 3 വർഷം വരെ മാത്രം ശിക്ഷ കിട്ടുന്ന വകുപ്പുകൾ ചാർത്തി വെച്ചുകൊണ്ട് അയാളെ 10 ദിവസത്തിലധികം കഴിഞ്ഞ് ഇപ്പോഴും ജയിലിലേക്ക് ജാമ്യം കൊടുക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, പോലീസ് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ആ വിധത്തിൽ പ്രതിരോധിക്കുന്നുണ്ടെങ്കിൽ, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിച്ചുകൊണ്ടല്ല എന്ന് മനസ്സിലായിക്കൂടെ? രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടി, സെഷൻ കോടതി ജാമ്യം കിട്ടി. ഇനി 15-ാം തീയതി ഹൈക്കോടതി മുൻകൂർ ജാമ്യം കൊടുക്കുമെന്ന് കരുതുന്നു. മുൻകൂർ ജാമ്യം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യത ഉണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിന് കുറെ യൂത്ത് കോൺഗ്രസ്സുകാരും രാഹുൽ ഭക്തരും എന്നെ തെറി വിളിക്കുന്നുണ്ട്. എന്നെ തെറി വിളിച്ചിട്ട് കാര്യമില്ല, ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിനെ അവർ അറസ്റ്റ് ചെയ്യും. 15-ാം തീയതി ഹൈക്കോടതി ജാമ്യം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ജാമ്യം നിഷേധിക്കുകയാണെന്നുണ്ടെങ്കിൽ, മാറ്റിവെക്കുകയാണെങ്കിലല്ല, മാറ്റി വെച്ച് കഴിഞ്ഞാൽ അറസ്റ്റ് അടക്കില്ല. ജാമ്യം നിഷേധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അറസ്റ്റ് ചെയ്യാം. കോടതി അറസ്റ്റ് തടയില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ആ കേസിൽ അറസ്റ്റ് ചെയ്യാം. ഈ കേസിലെ ജാമ്യം കിട്ടിയിട്ടുള്ളൂ. അത് പറഞ്ഞതിന് കുറെ യൂത്ത് കോൺഗ്രസ്, വിവരം കെട്ട കുറെ സോഷ്യൽ മീഡിയ, എന്താ പറയാ, കുറെ സോഷ്യൽ മീഡിയ, കുറെ കോങ്ങികൾ, കുറെ യൂത്ത് കോങ്ങികൾ, അല്ലെങ്കിൽ രാഹുൽ ഭക്തർ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ രാഹുൽ വിരോധിയൊന്നുമല്ല, ഉള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാഹുലിനെ കുറിച്ചായാലും ആരെ കുറിച്ചായാലും, ഇപ്പോ രാഹുൽ ഈശ്വറിനെ കുറിച്ചായാലും ഉള്ളത് തന്നെയല്ലേ പറയേണ്ടത്. നിങ്ങൾ എന്നോട് കുരു പൊട്ടിയിട്ട് കാര്യമില്ല. ഞാൻ ഉള്ള കാര്യം പറഞ്ഞത്, രാഹുലിനോട് സൂക്ഷിക്കാനാ പറഞ്ഞത്. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇത് എന്റെ കുറ്റമല്ല. ഏതായാലും നമുക്ക് ഇതിലേക്ക് വരാം. ഇവിടെ രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണം നോക്കിയിരിക്കുകയായിരുന്നു അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിച്ചപ്പോ ആ കുറ്റം പറഞ്ഞുകൊണ്ട് പിടിച്ചാൽ അയാൾ തന്നെ അയാളെ പിടിച്ചകത്താക്കാൻ വേണ്ടി ബുദ്ധിമോശത്തിന് കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് കൊണ്ട് ഈ പിണറായി പോലീസിന് അത് എളുപ്പമായി. കാരണം അയാൾ തന്നെ കുറ്റം ആവർത്തിക്കും എന്ന് പറഞ്ഞ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചു. ജാമ്യം കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കുറ്റം ആവർത്തിക്കില്ല, പിന്നെ വേറെ ചില കണ്ടീഷൻ ഒക്കെ പറഞ്ഞിട്ടാണല്ലോ. പക്ഷെ ഇയാൾ ആവർത്തിക്കും എന്ന് പറയുന്ന വീഡിയോ ദൃശ്യങ്ങൾ കൊണ്ടുപോയി ഞാൻ ഇറങ്ങിയാൽ ഇനിയും രാഹുലിന് വേണ്ടി സംസാരിക്കും എന്ന് പറഞ്ഞത്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിച്ചു എന്ന കുറ്റം ചാർത്തിക്കൊണ്ട് പോയെങ്കിലും യഥാർത്ഥത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കുള്ള പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുന്നത് വരെ
രാഹുൽ ഈശ്വർ പുറത്തു വരുമെന്ന് കരുതണ്ട. കാരണം അതുവരെ രാഹുൽ ഈശ്വറിന്റെ ശബ്ദം നിശബ്ദമാക്കേണ്ടത് ഇവിടുത്തെ സർക്കാരിന്റെയും ഇവിടുത്തെ പോലീസിന്റെയും ഒക്കെ ആവശ്യമാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ പിണറായിയുടെ ആവശ്യമാണ്. അത് മനസ്സിലാക്കാത്തവർ ഇവിടുത്തെ എനിക്കൊന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ മാത്രമുള്ളെന്ന് തോന്നുന്നുണ്ട്. കാരണം അവർക്ക് കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കഴിഞ്ഞ വീഡിയോ കാര്യം മനസ്സിലാക്കിയിട്ട് എന്നെ തെറി വിളിക്കാൻ നിൽക്കില്ലായിരുന്നു. ഓടാന്നൊക്കെയാണ് പറഞ്ഞത്. എന്ത് വിവരം കിട്ടത് കമ്മികൾക്ക് മാത്രമല്ല, കൊങ്ങികൾക്കും വിവരമില്ല, തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ ആയിക്കോട്ടെ, ഏതായാലും രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ശബരിമല പ്രശ്നം വലിയ പ്രശ്നമാണ്. ആ പ്രശ്നം സംസാരിക്കുന്ന ഒരേ ഒരാൾ, ഇത്രയധികം ശക്തമായി സംസാരിക്കുന്നു, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. കഴിഞ്ഞ ദിലീപിന്റെ വിഷയം വന്നതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം പോലും ഇവിടുത്തെ മാധ്യമങ്ങൾ കിട്ടും. കുറച്ചു നേരം ദിലീപിന്റെ പിന്നാലെയാണ് പോയത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യമോ അദ്ദേഹത്തിന്റെ ഒളിവ് ജീവിതമോ ഒന്നും ഇല്ല. തലേ ദിവസം വരെ കോലം നോക്കിക്കൊണ്ട് കിട്ടുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ അണ്ണാക്കളെ തിരികൊണ്ട് രാഹുലിനെ പൊങ്കാലയിടാനും ഒക്കെ ആയിരുന്നുള്ള ഉദ്ദേശം. അപ്പൊ ആ ഉദ്ദേശമൊക്കെ അങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ മീഡിയകളുടെ ഉദ്ദേശം നമുക്കറിയാം, അവർക്ക് വെറും വാർത്തകൾ മാത്രമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ 3 വർഷം മാത്രം പരമാവധി ശിക്ഷ വിധിക്കാവുന്ന ഈ കേസിൽ രാഹുൽ ഈശ്വർ 10 ദിവസമായി അകത്ത് കിടക്കുകയും അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിലാകുകയും രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിക്കുകയും ചെയ്യുമ്പോൾ എന്തോ ഒരു നീതികേടില്ലെന്ന് നമുക്ക് തോന്നൂലേ? അപ്പൊ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിലല്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഈശ്വറിനെ അകത്താക്കിയിട്ടുള്ളത് സത്യത്തിൽ ശബരിമലയിലെ CPM-ന്റെ ഈ CPM നേതാക്കളുടെയും അവർ നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ പുറത്ത് ഉണ്ടായിരുന്ന സ്വർണം, അതുപോലെ കട്ടളപ്പടി, വാതിൽപ്പടി, പിന്നെ എന്തൊക്കെയാണെന്ന് അറിയാൻ വയ്യ, എല്ലാം ഉണ്ട്. അതെല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോയതിന്റെ വിവരങ്ങൾ ഇവിടെ ചർച്ച ചെയ്യരുത്, ഇലക്ഷനിൽ ചർച്ച ചെയ്യരുത്. അത് വിളിച്ചു പറയുന്ന ചാനൽ ചർച്ചയിൽ ഒരു അന്തവും കുന്തവും ഇല്ലാതെ, ഒരു ലൈസൻസും ഇല്ലാതെ, നാവിന് ഒരു ലൈസൻസും കൊടുക്കാതെ വിളിച്ചു പറയുന്നത് രാഹുൽ ഈശ്വറാണ്. അപ്പോൾ ആ രാഹുൽ ഈശ്വറിനെ പൂട്ടിയാൽ, രാഹുൽ ഈശ്വറിനെ നാക്ക് നിശബ്ദമാക്കി കഴിഞ്ഞാൽ തൽക്കാലം ഈ പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുന്നവരെങ്കിലും സ്വർണ്ണ പ്രശ്നം മിണ്ടൂല, ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച കേസ് മിണ്ടില്ല. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കുന്ന എന്ന പേരിൽ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ കുറ്റം രാഹുൽ മാങ്കൂട്ടത്തിന്റെ മണ്ടയിൽ ഇരിക്കുകയും ചെയ്തോളും. അല്ലെങ്കിൽ രാഹുൽ ഈശ്വർക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിലുള്ള ഒരു സംസാരിച്ചുകൊണ്ടാണെന്ന് അങ്ങോട്ട് നോക്കുകയും ചെയ്യാം. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് രാഹുൽ മാങ്കൂട്ടം ഒരു കാരണം മാത്രമാണ്. രാഹുൽ ഈശ്വറെ പിടിച്ചുകൊണ്ട് പോയതിന് രാഹുൽ മാങ്കൂട്ടം അല്ല കാരണം, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിച്ചതല്ല കാരണം, ഇരയെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞതല്ല കാരണം. ഇരയെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ പരമാവധി ശിക്ഷ 3 വർഷമേ ഉള്ളൂ, ജാമ്യം കിട്ടി പുറത്തു വരും. കുറ്റം തെളിഞ്ഞാലാണ് 3 വർഷം. ഈ കുറ്റം തെളിയിക്കപ്പെടാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ റിമാൻഡ് പരമാവധി കാലാവധി നീട്ടിക്കൊണ്ട് ജാമ്യം കൊടുക്കാതെ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ഇട്ടുകൊണ്ടിരിക്കുക. അതായത് ശബരിമല പ്രശ്നം മിണ്ടാതെ വായ മൂടിയിരിക്കാൻ വേണ്ടി ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ജയിലിലാക്കുക എന്നുള്ളത് അവരുടെ അജണ്ടയായിരുന്നു. അതിനറിയാതെ എങ്കിലും രാഹുൽ മാങ്കൂട്ടം ചെന്ന് തലവെച്ചു കൊടുത്തു. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. Different angles. Don't forget to subscribe and support this channel.